രാജ്യത്തെ ടെലികോം മേഖല പോലെ വിനോദ മേഖലയും റിലയൻസ് കൈയടക്കുകയാണ്. ഇന്ത്യയിൽ ഡിസ്നിയുമായി ചേർന്ന് ജോയിന്റ് വെഞ്ചർ ആരംഭിക്കാനുള്ള റിലയൻസിന്റെ തീരുമാനത്തിന് പിന്നിലും അതാണ്. രാജ്യത്തെ മുഴുവൻ കായിക മത്സരങ്ങളുടെ സംപ്രേഷണാവകാശവും ഡിസ്നിയുടെ കണ്ടന്റുകളുമൊക്കെ ഇനി ഒരു കുടക്കീഴിലാവും. ഇന്ത്യയിൽ ഒത്തുപോകാനാണ് ഡിസ്നിയുടെയും റിലയൻസിന്റെയും തീരുമാനം. ഇതോടെ ഈ കമ്പനിയുടെ ആകെ മൂല്യം $8.5 ബില്യൺ അഥവാ 70,352 കോടി രൂപയാവും. നിത അംബാനിയാവും ഈ കമ്പനിയുടെ ചെയർപേഴ്സൺ. സ്റ്റാർ ഇന്ത്യ ഡിസ്നി ഇന്ത്യ ചെയർമാനായിരുന്ന ഉദയ് ശങ്കർ വൈസ് ചെയർപേഴ്സൺ. വയാകോം 18 OTTയും ചാനലുകളും സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഭാഗമാകും. റിലയൻസിനാവും കമ്പനിയിൽ കൂടുതൽ അവകാശം. 60% അവകാശമാണ് ജോയിന്റ് വെഞ്ചറിൽ റിലയൻസിനുള്ളത്. 11,500 കോടി രൂപ റിലയൻസ് ഈ കമ്പനിയിൽ നിക്ഷേപിക്കും. ഇന്ത്യയിലൊട്ടാകെ 750 മില്യൺ കാഴ്ചക്കാരെയാണ് ഈ ജോയിന്റ് വെഞ്ചർ ലക്ഷ്യമിടുന്നത്. ആകെ 120 TV ചാനലുകളും 2 സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളും അടങ്ങുന്ന വമ്പൻ കമ്പനിയാവും ഇതോടെ ഈ ജോയിന്റ് വെഞ്ചർ. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ തുടങ്ങി ഇന്ത്യയിലെ മറ്റ് OTT വമ്പന്മാരെയൊക്കെ ഈ കമ്പനി ബഹുദൂരം പിന്നിലാക്കും. സമീപകാലത്ത് പ്രധാന സ്പോർട്ട് ഇവന്റുകളൊക്കെ ഹോട്ട്സ്റ്റാറിന് നഷ്ടമായിരുന്നു. ഇതൊക്കെ പിടിച്ചതാവട്ടെ റിലയൻസും. നിരവധി ഉപഭോക്താക്കൾ കൊഴിഞ്ഞുപോയതോടെ വലിയ സാമ്പത്തിക നഷ്ടവും ഹോട്ട്സ്റ്റാറിനുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഡീലിൽ ഹോട്ട്സ്റ്റാറിന് നേട്ടം മാത്രമേയുള്ളൂ. റിലയൻസിനാവട്ടെ ഇന്ത്യയിലെ കായിക മത്സരങ്ങളുടെ എല്ലാം സംപ്രേഷണ അവകാശവും ഡിസ്നിയിലെ ബൃഹത്തായ കണ്ടന്റുകളിൽ ലഭിക്കും. IPL, ലോകകപ്പുകൾ, ഏഷ്യ കപ്പ്, ഇന്ത്യൻ ആഭ്യന്തര മത്സരങ്ങൾ, നാട്ടിലുള്ള ഇന്ത്യയുടെ മത്സരങ്ങൾ തുടങ്ങി ഇന്ത്യൻ മാർക്കറ്റിൽ വിപണി സാധ്യതയുള്ള കായിക വിനോദങ്ങളൊക്കെ ഇനി മുതൽ ഈ കമ്പനിയിലാണ് കാണാനാവുക. IPLന്റെ ടെലിവിഷൻ OTT അവകാശങ്ങൾ യഥാക്രമം സ്റ്റാറും ജിയോയും സ്വന്തമാക്കിയിരുന്നതാണ്. എന്നാൽ ജോയിന്റ് വെഞ്ചർ വരുന്നതോടെ ഇത് ഏറെക്കുറെ അപ്രസക്തമാവും. 8 വർഷം മുൻപ് ജിയോ എന്ന പേരിൽ ഒരു സിം കാർഡ് ഇറക്കി രാജ്യത്തെ സാധാരണ ജനങ്ങളെ കയ്യിലെടുത്ത് മാർക്കറ്റ് പിടിച്ച റിലയൻസ് ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ ടെലികോം സേവനദാതാക്കളാണ്. കുറഞ്ഞ നിരക്കിൽ മാർക്കറ്റ് കൈയടക്കിയ ജിയോയെ മറ്റ് ടെലികോം കമ്പനികളും മാതൃകയാക്കിയെങ്കിലും ജിയോ ഒരു മുഴം മുൻപേ എറിഞ്ഞു. വോഡഫോണും ഐഡിയയും ലയിച്ച് വി ആയെങ്കിലും ജിയോയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. പിന്നീട് ജിയോ ഫൈബർ എന്ന പേരിൽ ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ആരംഭിച്ച റിലയൻസ് ഇന്റർനെറ്റ് സേവനദാതാക്കൾ എന്ന നിലയിലും ജിയോ സിമ്മിന്റെ പാത പിന്തുടർന്നു. കുറഞ്ഞ നിരക്കായിരുന്നു അവിടെയും ജിയോ ഫൈബറെ വേറിട്ടു നിർത്തിയത്. ഇതിനൊപ്പം ജിയോ TV എന്ന പേരിൽ OTT സേവനങ്ങൾ ആരംഭിച്ച റിലയൻസ് ടെലിവിഷൻ ചാനലുകൾ സൗജന്യമായി നൽകി. തുടർന്നാണ് HBയുടെ കണ്ടന്റുകൾ സ്വന്തമാക്കി റിലയൻസ് ജിയോ സിനിമ എന്ന സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം കുറച്ചുകൂടി മെച്ചപ്പെട്ടതാക്കിയത്. ഇതിനിടെ സ്പോർട്സ് 18 എന്ന പേരിൽ റിലയൻസ് ചാനലും ആരംഭിച്ചിരുന്നു. ഫിഫ ലോകകപ്പ് ഉൾപ്പെടെ മേജർ സ്പോർട്ട് ഇവന്റുകൾ സൗജന്യമായി സംപ്രേഷണം ചെയ്ത ജിയോ സിനിമ ISL, IPL തുടങ്ങി ഇന്ത്യൻ ആരാധകരെ കൂടി ഒപ്പം കൂട്ടി. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ കൈയടക്കി വെച്ചിരുന്ന പ്രധാന ഇവന്റുകളൊക്കെ ഇങ്ങനെ റിലയൻസ് റാഞ്ചിയെടുത്തു. ഒടുവിലാണ് പുതിയ മാസ്റ്റർ സ്ട്രോക്ക്.